ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവനാമത്തിൽ ഞാൻ നേരുന്നു. നിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നാൽ, അതെത്ര പഴക്കം ചെന്നതാണെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചന ഭാഗമാണ്. 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു, മോശ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മലയായ ഹൊറബിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് അവൻ മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിക്കുന്ന അഗ്നി കാണുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മോശ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് കർത്താവ് നേരിട്ട് കാണുന്നു. 4-ാം തിരുവചന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശെ, മോശെ, അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിൻ്റെ ചെരുപ്പഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. എൻ്റെ സഹോദരങ്ങളെ, 80-ാമത്തെ വയസ്സിൽ മോശയുടെ അടുക്കിലേക്ക് വന്ന ദൈവം 100-ാമത്തെ വയസ്സിൽ അബ്രാഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന ദൈവം, ദൈവത്തിൽ വിശ്വസിച്ച, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരെയും ഞാൻ കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ച സാവൂളിൻ്റെ അടുക്കിലേക്ക്, എല്ലാവരുടെയും പേടിപ്പിക്കുന്ന ഒരു വ്യക്തിയായ സാവൂളിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, എത്ര വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതമെന്ന്, ഇന്ന് സർവശക്തനായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. ലോകത്തിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് കാണിച്ചു തരുന്ന രീതിയിൽ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നത് നീ കാണും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. ദൈവനാമത്തിൽ അത് ഏറ്റെടുത്ത് വിശ്വസിക്കുക. സർവശക്തനായ ദൈവം എൻ്റെ പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഇറങ്ങി വന്ന് എന്നെ കൈപിടിച്ചുയർത്തും. കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇന്നുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.